ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്നലെ WCPOയുടെ ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ളവർക്ക് പ്രൊഫൈൽ മെസ്സേജ് വന്നിട്ടുണ്ട്. ഇനിയും ഫിസിക്കലിന് തയ്യാറെടുക്കാത്തവരാണെങ്കിൽ ഇനിയെങ്കിലും ഫിസിക്കലിന് പോയി തുടങ്ങണം. 8 ഐറ്റത്തിൽ ഒരു 7-6 ഐറ്റമെങ്കിലും നമ്മുടെ കയ്യിൽ പെർഫെക്റ്റായിട്ട് ഇരുന്നാൽ മാത്രമേ നമുക്ക് ഒരു കോൺഫിഡൻസോടെ പോയി ചെയ്യാൻ പറ്റൂ. ലിസ്റ്റിലുണ്ടായിട്ടും ഫിസിക്കൽ നല്ലതുപോലെ ചെയ്യാത്തത് കൊണ്ട് ഒരവസരം പോയ ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഫിസിക്കലിന് ഇപ്പോഴെങ്കിലും നിങ്ങൾ പോയി തുടങ്ങണം. ഇപ്പോൾ സെക്ഷൻ 61 നമ്മൾ കഴിഞ്ഞ വട്ടം കേരള പോലീസ് ആക്ടിൻ്റെ സെക്ഷൻ 61 വരെയാണ് പറഞ്ഞു നിർത്തിയത്. ഇന്ന് ബാക്കി പഠിക്കുക. സെക്ഷൻ 61 എന്താണ്? പോലീസ് ട്രാഫിക് ക്രമീകരിക്കേണ്ടതും നിയന്ത്രിക്കേണ്ടതുമാണ്. അടുത്ത സെക്ഷൻ 64 കമ്മ്യൂണിറ്റി പോലീസിംഗ് ആണ്. സെക്ഷൻ 64 എന്താണ്? അപ്പോൾ ട്രാഫിക് നിയന്ത്രിക്കേണ്ടതാണെന്ന് പറഞ്ഞാൽ സെക്ഷൻ ഏതാണ്? സെക്ഷൻ 61. ഇനി കമ്മ്യൂണിറ്റി പോലീസിങ്ങിനെ പറ്റി പറയുന്ന സെക്ഷൻ ആണ് സെക്ഷൻ 64. അടുത്തത് സെക്ഷൻ 69 എന്താണ്? അഗ്നിബാധ ദുരന്തം അല്ലെങ്കിൽ അപകടം ഉണ്ടാകുന്ന അവസരങ്ങളിലെ നടപടികളാണ് സെക്ഷൻ 69. സെക്ഷൻ 77 ശബ്ദം മൂലമുണ്ടാകുന്ന ശല്യം നിയന്ത്രിക്കലാണ് സെക്ഷൻ 77 പറയുന്നത്. ഇനി സെക്ഷൻ 98 സ്പെഷ്യൽ പോലീസ് ഉദ്യോഗസ്ഥരാണ്. അതിനാണ് തിരഞ്ഞെടുക്കുന്ന പ്രായം പറഞ്ഞിട്ടുണ്ട്. 18 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ളതും സ്പെഷ്യൽ പോലീസ് ഉദ്യോഗസ്ഥനാകുവാൻ യോഗ്യനുമായ വ്യക്തിയെ ക്രമസമാധാന പരിപാലനത്തിന് പോലീസിനെ സഹായിക്കുന്നതിന് താൽക്കാലികമായി നിയമിക്കാവുന്നതാണ്. സ്പെഷ്യൽ പോലീസ് ഉദ്യോഗസ്ഥനായി ഒരാളെ നിയമിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം അയാളെ സർക്കാർ ജോലിയിൽ സ്ഥിരമായോ താൽക്കാലികമായോ എടുത്തതായി കണക്കാക്കാൻ പാടില്ലാത്തതും അയാൾക്ക് ഇതേ കാരണത്തിന്മേൽ ഭാവിയിൽ പോലീസ് സേനയിൽ തിരഞ്ഞെടുക്കും. ഇപ്പോൾ പോലീസ് സേനയിൽ ഭാവിയിൽ തിരഞ്ഞെടുക്കുന്നതിന് പ്രത്യേക പരിഗണന ഒന്നും ഉണ്ടായിരിക്കുന്നതല്ല. അപ്രകാരം നിയമിക്കപ്പെടുന്ന ഓരോ സ്പെഷ്യൽ പോലീസ് ഉദ്യോഗസ്ഥനും നിയമിക്കപ്പെടുമ്പോൾ സർക്കാർ അംഗീകരിച്ച ഒരു സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതാണ്. ഒരു സാധാരണ പോലീസ് ഉദ്യോഗസ്ഥനുള്ളതുപോലെ അധികാരങ്ങളും പരിരക്ഷകളും ഉണ്ടായിരിക്കുന്നതും അതുപോലുള്ള ഭരണപരവും അച്ചടക്കത്തെ സംബന്ധിക്കുന്നതുമായ നിയന്ത്രണങ്ങൾക്ക് വിധേയനായിരിക്കുന്നതുമാണ്. ഞാൻ സ്പീഡ് വായിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം 3ാമത്തെ വീഡിയോ ആണ്. ഈ വീഡിയോയിൽ നമുക്കിത് തീർക്കണം. അപ്പോൾ ഞാനിത് വീഡിയോയിൽ നല്ലതുപോലെ ഈ നോട്ട് ഇട്ട് തരുന്നുണ്ട്. അത് ഈ പ്രസ്താവനകളെല്ലാം നല്ലതുപോലെ വായിച്ചു നോക്കിയാൽ മതി. അപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻ മാത്രം ഒന്നുകൂടെ പറയുകയാണ്. സെക്ഷൻ 97 എന്തോ സ്പെഷ്യൽ പോലീസ് ഉദ്യോഗസ്ഥനെ പറ്റിയാണ് പറയുന്നത്. ക്രമസമാധാന പാലനത്തിന് വളരെയധികം ആളുകളെ അടിയന്തരമായി ആവശ്യമുള്ള പ്രത്യേക പരിതസ്ഥിതിയിലാണ് സർക്കാർ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്പെഷ്യൽ പോലീസ് ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നത്. പിന്നെ എങ്ങനെയുള്ളവർക്കാണ് സ്പെഷ്യൽ പോലീസ് ഉദ്യോഗസ്ഥർ? വിമുക്ത ഭടന്മാരോ വിരമിച്ച പോലീസ് ഉദ്യോഗസ്ഥരോ നാഷണൽ സർവീസ് സ്കീം, NCC, അതുപോലെ സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ് എന്നിവയിൽ പ്രവർത്തന പരിചയമുള്ളവരോ ഒക്കെ ആയിരിക്കും. അങ്ങനെയുള്ളവരെയാണ് തിരഞ്ഞെടുക്കുന്നത്. ഇനി സ്പെഷ്യൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ആയുധങ്ങൾ നൽകുവാനോ കേസുകൾ, പരാതികൾ എന്നിവയുടെ അന്വേഷണത്തിന് അവരെ ചുമതലപ്പെടുത്താനോ പാടുള്ളതല്ല. അതുപോലെ തന്നെ അവർ ഏത് സമയത്തും ഒരു മുന്നറിയിപ്പില്ലാതെയും പ്രത്യേകിച്ച് കാരണം കാണിക്കാതെയും നഷ്ടപരിഹാരം നൽകാതെയും ജില്ലാ പോലീസ് മേധാവിക്ക് അവരുടെ പ്രവർത്തനം അവസാനിപ്പിക്കാവുന്നതാണ്. ഇനി സെക്ഷൻ 117 പറയുന്നത് പോലീസിൻ്റെ ചുമതലകൾ ഇടപെടുന്നതിനുള്ള ശിക്ഷയാണ് 117 പറയുന്നത്. പോലീസിൻ്റെ ചുമതല അതിനകത്ത് പ്രധാനപ്പെട്ടതും വിനോദ ആവശ്യത്തിനൊഴികെ പോലീസ് ഉദ്യോഗസ്ഥനെ ആൾമാറാട്ടം നടത്തുക, പോലീസ് യൂണിഫോം ഇട്ട് ആൾമാറാട്ടം നടത്തുന്നുള്ള കുറ്റം, അതൊക്കെ ഇതിനകത്ത് വരുന്നതാണ് 117 വരുന്നതാണ്. പോലീസിൻ്റെ ചുമതലകൾ ഇടപെടുന്നുള്ള ശിക്ഷയാണ്. പിന്നെ അതുപോലെ തന്നെ വ്യാജ സ്റ്റേറ്റ്മെൻറ്റുകൾ കൊടുക്കുന്നത്, ഒരു അന്വേഷണത്തെ വഴിതിരിക്കാൻ വേണ്ടി വ്യാജ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നതൊക്കെ ഇതിനകത്ത് വരും, 117 വരും. അതുപോലെ തന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഏതെങ്കിലും കൃത്യനിർവഹണത്തിൽ നിന്നും തടയണമെന്ന പ്രത്യക്ഷമായ ഉദ്ദേശത്തോടെ ഭീഷണിപ്പെടുത്തുകയോ തടയുകയോ ചെയ്യുന്നതും ഇതിനകത്ത് വരും, സെക്ഷൻ 117 വരും. അതിൻ്റെ ശിക്ഷയോടെ നോട്ട് ചെയ്ത് വെച്ചേക്കണം. 3 വർഷം വരെ ആകുന്ന തടവോ 10,000 രൂപയിൽ കവിയാത്ത പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും കൂടിയാണ് ശിക്ഷിക്കപ്പെടുന്നത്. 118 എന്താണ്? ഗുരുതരമായ ക്രമസമാധാന ലംഘനമോ അപായമോ ഉണ്ടാക്കുന്നതിനുള്ള ശിക്ഷയാണ് സെക്ഷൻ 118 പറയുന്നത്. അതെല്ലാം ഓരോ പോയിൻ്റായിട്ട് വായിച്ചിരിക്കണം. നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഇത് പ്രധാനപ്പെട്ട പോയിന്റ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. പൊതുസ്ഥലത്ത് ലഹരിക്ക് അടിമപ്പെട്ട നിലയിൽ ലഹളയുണ്ടാക്കുന്നവനോ സ്വയം തന്നെ ശ്രദ്ധിക്കാൻ അശക്തനായോ കാണപ്പെടുകയോ അറിഞ്ഞുകൊണ്ട് ഫയർ സർവീസിനെയൊക്കെ വിളിച്ച് വ്യാജമായിട്ട് അപകട സൂചന നൽകത്തില്ല, കിംവദന്തി പരത്തുകയൊക്കെ ചെയ്താൽ ഗുരുതരമായ ക്രമസമാധാന ലംഘനമാണ്. 118 വരുന്നത്. പിന്നെ ഏതാണ് വരുന്നത്? അറിഞ്ഞുകൊണ്ട് പൊതുജനങ്ങൾക്ക് അപായം ഉണ്ടാക്കുന്നതോ പൊതുസുരക്ഷയിൽ വീഴ്ച ഉണ്ടാക്കുന്നതോ ആയ ഏതെങ്കിലും പ്രവൃത്തി ചെയ്യുകയോ ഒരു ഗുണ്ടയോ റൗഡിയോ ആയിരിക്കെ 2007 കേരള സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ആക്ടിൽ നിർവഹിച്ച പ്രകാരമുള്ള ഏതെങ്കിലും സാമൂഹ്യവിരുദ്ധ പ്രവർത്തനം സുസാധ്യമാക്കുന്നതിനായി സമീപ പ്രദേശത്ത് ഏതെങ്കിലും കുറ്റകൃത്യത്തിന് ഉപയോഗിക്കാൻ ഉപയുക്തമായ സാമഗ്രികൾ കൈവശം വെച്ചുകൊണ്ട് ഇപ്പോൾ ഗുണ്ട ആക്ടിനകത്ത് നിർവചനത്തിൽ വരുന്ന പോലെ കുറ്റകൃത്യത്തിന് ഉപയോഗിക്കാൻ ഉപയുക്തമായ ഏതെങ്കിലും ആയുധങ്ങളൊക്കെ കൈവശം വെച്ചുകൊണ്ട് സംശയാസ്പദമായ സാഹചര്യങ്ങളിൽ ഒരു പൊതുസ്ഥലത്ത് കാണപ്പെടുന്നത്, ഇതെല്ലാം ഇതിനകത്ത് വരുന്നതാണ് ഗുരുതരമായ ക്രമസമാധാന ലംഘനത്തിൽ വരുന്നതാണ്.
അതുപോലെ 18 വയസ്സിൽ താഴെയുള്ളവർക്ക് ലഹരി പദാർത്ഥങ്ങളോ കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് ഹാനികരമായ വസ്തുക്കളോ പദാർത്ഥങ്ങളോ നൽകുകയോ വിൽക്കുകയോ അതിനായി സ്കൂൾ പരിസരത്ത് സംഭരിക്കുകയോ ചെയ്താൽ, അപ്പോൾ സ്കൂളിൻ്റെ പരിസരത്ത് ലഹരി പദാർത്ഥങ്ങളൊക്കെ വിൽക്കുന്നത് ഈ സെക്ഷൻ പ്രകാരമാണ് കുറ്റം. 118. എന്താണ് ശിക്ഷ? 3 വർഷം വരെ ആകാവുന്ന തടവോ 16 രൂപയിൽ കവിയാത്ത പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ. ഇനി 119 സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കുള്ള ശിക്ഷയാണ് 119. അതിന് ഇതേ സെയിം ശിക്ഷയാണ് കിട്ടുന്നത്. അങ്ങനെയുള്ള കുറ്റത്തിന് കുറ്റസ്ഥാപനത്തിൽ 1000 രൂപ വരെ പിഴ ഈടാക്കാവുന്നതാണ്. ബന്ധപ്പെട്ട സേവനദാതാവിനോ പൊതുസ്ഥലത്തിൻ്റെ ചുമതലയുള്ള വ്യക്തിയോടോ അവരുടെ സാന്നിധ്യത്തിൽ പ്രകാരമുള്ള ഒരു കുറ്റം നടന്നുവെന്ന് പ്രസ്തുത കുറ്റത്തിന് ഇരയായ സ്ത്രീ പരാതിപ്പെടുകയാണെങ്കിൽ അവർ തത്സമയം കുറ്റകൃത്യം തടയുവാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കുവാനോ ന്യായമായ നടപടി സ്വീകരിക്കാതെ ബോധപൂർവം വീഴ്ച വരുത്തുന്നത് കുറ്റകരമായിരിക്കുന്നതും. അപ്പം ഏതെങ്കിലും സ്ത്രീ ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് അതിന് കറക്റ്റായിട്ട് അത് റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ അവർക്ക് ശിക്ഷയുണ്ട്. 1000 രൂപ വരെ പിഴ ഈടാക്കാവുന്നതാണ്. അങ്ങനെയുള്ള കുറ്റത്തിന് കുറ്റസ്ഥാപനത്തിന്മേൽ 1000 രൂപ വരെ പിഴ ഈടാക്കാവുന്നതാണ്. ബന്ധപ്പെട്ട സേവനദാതാവിനോടോ പൊതുസ്ഥലത്തിൻ്റെ ചുമതലയുള്ള വ്യക്തിയോടോ അവരുടെ സാന്നിധ്യത്തിൽ ഒരു കുറ്റം നടന്നുവെന്ന് ഈ സ്ത്രീ പറയുകയാണെങ്കിൽ അത് അവർ ബന്ധപ്പെട്ട അധികാരികളെ അറിയിച്ചില്ലെങ്കിൽ അവർക്ക് എത്രയാണ് പിഴ? 1000 രൂപ വരെ പിഴ ഈടാക്കാവുന്നതാണ്. അടുത്ത സെക്ഷൻ 120 ശല്യമുണ്ടാക്കൽ ക്രമസമാധാന ലംഘനം എന്നിവയ്ക്കുള്ള ശിക്ഷയാണ് 120. അത് പൊതുസ്ഥലത്ത് വെച്ച് പൊതുജനങ്ങൾക്ക് അസഹ്യതയോ സൗകര്യം ഉണ്ടാക്കിക്കൊണ്ട് ഫർണിച്ചർ സാധനങ്ങളോ വാഹനമോ വൃത്തിയാക്കുകയോ ഏതെങ്കിലും മൃഗത്തെ കശാപ്പ് ചെയ്യുകയോ ശവം വൃത്തിയാക്കുകയോ ഏതെങ്കിലും മൃഗത്തെ പരിപാലിക്കുകയൊക്കെ ചെയ്യുന്നതൊക്കെ ശല്യം ഉണ്ടാക്കൽ ക്രമസമാധാന ലംഘനം ഇതിനകത്ത് വരുന്നതാണ്. പിന്നെ ട്രാഫിക് ചിഹ്നത്തെയോ സൈൻ ബോർഡിനെയോ അതിൻ്റെ ദൃശ്യതയോ പാരായണക്ഷമതയോ കുറച്ചുകൊണ്ട് വികൃതമാക്കുകയോ മറയ്ക്കുകയോ ഒക്കെ ചെയ്യുന്നെങ്കിൽ ഇതെല്ലാം ഇതിനകത്ത് വരുന്നതാണ് ശല്യം ഉണ്ടാക്കൽ ക്രമസമാധാന ലംഘനം. ചെറിയ ചെറിയ കുറ്റങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നതാണ്. സെക്ഷൻ 120 വരുന്നതാണ് ശല്യം ഉണ്ടാക്കൽ ക്രമസമാധാന ലംഘനം. ജലസ്രോതസ്സുകളൊക്കെ മലിനമാക്കുക, അതുപോലെ തന്നെ ഒരു സർക്കാർ കെട്ടിടത്തിലോ സർക്കാർ ഭൂമിയിലോ അതിക്രമിച്ച് കടക്കുക, മോട്ടോർ ഘടിപ്പിക്കാത്ത ഏതൊരു വാഹനവും സൂര്യാസ്തമയത്തിന് അരമണിക്കൂറിന് ശേഷവും സൂര്യോദയത്തിന് 1 മണിക്കൂറിന് മുൻപുള്ള ഏതൊരു സമയത്തും ആവശ്യമായ വെളിച്ചമില്ലാതെ ഓടിച്ചുകൊണ്ടോ വലിച്ചുകൊണ്ടോ തള്ളിക്കൊണ്ടോ പോവുകയാണെങ്കിൽ, ഏതെങ്കിലും മൃഗത്തെയോ വാഹനത്തെ ഓടിക്കുന്നതിലോ നോക്കി നടത്തുന്നതിലോ ശ്രദ്ധിക്കുന്നതിലോ സംഭവിച്ച ഏതെങ്കിലും ഉദാസീനത മൂലം തെറ്റായ ഉപയോഗം മൂലം എന്തെങ്കിലും പരിക്കോ കേടുപാടോ ഉണ്ടാകുന്നുവെങ്കിൽ, പൊതുസ്ഥലത്ത് മറ്റുള്ളവർക്ക് ശല്യമുണ്ടാക്കുന്ന വിധം ബോധപൂർവ്വം മലമൂത്ര വിസർജനം ചെയ്യുന്നുവെങ്കിൽ, ഉടമസ്ഥൻ്റെ അറിവ് സമ്മതമില്ലാതെ പ്രകടമായി 14 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ നിന്നും ആഭരണം, വാച്ച്, പേന, സൈക്കിൾ, പാത്രം അല്ലെങ്കിൽ വിലപിടിപ്പുള്ള മറ്റ് സാധനം എന്നിവ വാങ്ങുകയോ അത്തരം ആളിൽ നിന്ന് ഏതെങ്കിലും സാധനം പണയത്തിന്മേലോ ഈടിന്മേലോ എടുക്കുകയോ ചെയ്യുന്നുവെങ്കിൽ, കുട്ടികളെയൊക്കെ പറ്റിച്ച് എന്തെങ്കിലും തട്ടിയെടുക്കുകയാണെങ്കിൽ, ഇതെല്ലാം ഏതിനകത്ത് വരുന്നതാണ്? 120 വരുന്നതാണ്. ശല്യമുണ്ടാക്കൽ ക്രമസമാധാന ലംഘനം എന്നിവയ്ക്കുള്ള ശിക്ഷയ്ക്കകത്ത് വരുന്നതാണ്. ഇതിൻ്റെ എല്ലാം കുറ്റസ്ഥാപനത്തിന് 1 വർഷം, ഇതിനെല്ലാം ശിക്ഷ എത്രയാണ്? 1 വർഷം വരെയാവുന്ന തടവോ 5000 രൂപ. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. സെക്ഷൻ 120 അതിൻ്റെ ശിക്ഷ 1 വർഷം വരെ ആകാവുന്ന തടവോ 5000 രൂപ വരെ ആകാവുന്ന പിഴയോ ഇവ രണ്ടും കൂടിയോ നൽകി ശിക്ഷിക്കപ്പെടാവുന്നതാണ്. നേരത്തെ ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്, ഡ്യൂട്ടിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ പൊതുജനങ്ങളോട് പാലിക്കേണ്ട കാര്യങ്ങൾ പോലീസ് നിയമപ്രകാരം ഏതാണ്? ഓപ്ഷൻ എ മര്യാദയും ഔചിത്യവും, ബി അവസരോചിതമായ സഹാനുഭൂതി, സി സഭ്യവും മാന്യവുമായ ഭാഷ, മുകളിൽ പരാമർശിച്ചവയെല്ലാം. ഓപ്ഷൻ ഡി ആണ്, മുകളിൽ പരാമർശിച്ച എല്ലാം വരും. അപ്പോൾ ഇന്ന് നമ്മൾ കേരള പോലീസ് ആക്ട് തിരുത്തിയിരിക്കുകയാണ്. ആദ്യം തൊട്ട് എല്ലാത്തിൻ്റെയും സെക്ഷൻസ് ഞാൻ ഒന്നുകൂടെ പറയാം. കേരള പോലീസ് ആക്ട് 2011 ഗവർണറുടെ അനുമതി ലഭിച്ച എന്നായിരുന്നു? 2011 ജനുവരി 29. ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തിയത് ജനുവരി 31. സെക്ഷൻ 1 അറിയാലോ, ചുരുക്കപ്പേര്, വ്യാപ്തി, പ്രാരംഭം. സെക്ഷൻ 3 പോലീസിൻ്റെ കർത്തവ്യങ്ങളാണ്. 4 എന്താണ്? പോലീസിൻ്റെ ചുമതലകൾ. 7 കാര്യക്ഷമമായ പോലീസ് സേവനത്തിന് ജനങ്ങൾക്കുള്ള അവകാശം. 8 പോലീസ് സ്റ്റേഷനിൽ പൊതുജനങ്ങൾക്കുള്ള അവകാശങ്ങളാണ്. അടുത്തത് 14 പോലീസ് സേനയുടെ പൊതുവായ ഘടനയാണ്. സെക്ഷൻ 14 എന്താണ്? പോലീസ് സേനയുടെ പൊതുവായ ഘടന. സെക്ഷൻ 21 പ്രത്യേക വിങ്ങുകൾ, യൂണിറ്റുകൾ, ബ്രാഞ്ചുകൾ, സ്ക്വാഡുകളെയൊക്കെ പറ്റി പറയുന്ന സെക്ഷൻ 21. സെക്ഷൻ 29 എന്താണ്? പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റമാണ് സെക്ഷൻ 29 പറയുന്നത്. 31 എന്താണ്? പോലീസ് വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുക. അടുത്ത 33 പോലീസിനും പൊതുജനങ്ങൾക്ക് ഓഡിയോ, വീഡിയോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് റെക്കോർഡുകൾ സൂക്ഷിച്ചു വെക്കാവുന്നതാണ്. 37 സ്വകാര്യ സ്ഥലങ്ങളിൽ പോലീസിനുള്ള പ്രവേശനം. 38 കുറ്റകൃത്യം തടയുന്നതിനുള്ള പോലീസിൻ്റെ ഇടപെടൽ. 39 പോലീസിൻ്റെ നിയമപ്രകാരമുള്ള നിർദ്ദേശങ്ങൾ എന്താണ്? പാലിക്കേണ്ടതാണ്. 57 കാണാതായ ആളുകളെ കണ്ടുപിടിക്കാൻ പോലീസ് ശ്രദ്ധിക്കണമെന്നതിനെ സംബന്ധിച്ച്. 61 പോലീസ് എന്താണ്? ട്രാഫിക് ക്രമീകരിക്കേണ്ടതാണ്. 64 കമ്മ്യൂണിറ്റി പോലീസിംഗ് ആണ്. 69 അഗ്നിബാധ ദുരന്തം അല്ലെങ്കിൽ അപകടം ഉണ്ടാകുന്ന അവസരങ്ങളിലെ നടപടികളാണ്.
77 ശബ്ദം മൂലമുണ്ടാകുന്ന ശല്യം നിയന്ത്രിക്കൽ. 98 എന്താണ്? സ്പെഷ്യൽ പോലീസ് ഉദ്യോഗസ്ഥനാണ്. 117 പോലീസിൻ്റെ ചുമതലകൾ ഇടപെടുന്നതിനുള്ള ശിക്ഷയാണ്. 118 ഗുരുതരമായ ക്രമസമാധാന ലംഘനമോ അപായമോ ഉണ്ടാക്കുന്നതിനുള്ള ശിക്ഷയാണ് സെക്ഷൻ 118. 119 സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കുള്ള ശിക്ഷയാണ്. 120 ശല്യം ഉണ്ടാക്കൽ, ക്രമസമാധാന ലംഘനം എന്നിവയ്ക്കുള്ള ശിക്ഷയാണ്. അപ്പോൾ ഇന്നത്തോടെ കേരള പോലീസ് ആക്ട് തീർന്നിരിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചർച്ച ചെയ്യാം. ഓക്കെ, താങ്ക് യു ഓൾ.